Good evening, friends. എല്ലാവർക്കും ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് warm വെൽക്കം. എൻ്റെ പേര് ഷൈജു. ഞാൻ സ്ഥലം ഗുരുവായൂരടുത്താണ്, മുല്ലശ്ശേരി. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സൂം പ്രോഗ്രാമിൽ ടെതർ ഓഷൻ നമ്മുടെ ബുഡ പ്രൊജക്ടിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് മാർക്കറ്റിൽ വളരെയധികം വിപ്ലവകരമായ ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഓരോരുത്തരും പുതുതായി വന്നിട്ടുള്ള വ്യക്തികൾക്ക് അവർ മുതൽ അദ്ദേഹം ഈ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ പേര് സതീഷ് പണിക്കർ, പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം അതിലുപരിയായിട്ട് ക്രിപ്റ്റോ ട്രേഡറും അതുപോലെ തന്നെ ക്രിപ്റ്റോ അനലിസ്റ്റും ഒക്കെ ആയിട്ട് ഈ ഒരു മേഖലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ബുഡ പ്രൊജക്ട്, ടെതർ ഓഷന്റെ ബുഡ പ്രൊജക്റ്റുമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. സോ നമുക്കിന്ന് ഈ ഒരു പ്രൊജക്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബുഡ പ്രൊജക്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അടുത്ത ഒരു 30 to 35 മിനിറ്റ്സിൽ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സതീഷ് ജി, വെൽക്കം. Okay, thank you, sir. അതെ, കേൾക്കാം. സൗണ്ട് ക്ലിയർ അല്ലോ. നല്ല നോക്ക്. ഹലോ, സൗണ്ട് ഹലോ സതീഷ് ജി. സൗണ്ട് കേൾക്കണില്ല. ലോഗൗട്ട് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഹോൾഡ്. വന്നിട്ടുണ്ട്. അയ്യോ വന്നിട്ടുണ്ട്. Okay, sir. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, നെറ്റിന്റെ ഇഷ്യൂ ആണോ? അതെ, സംസാരിച്ചോളൂ. ഓക്കെ ആണല്ലോ, ഷെയർ ചെയ്യാം ഞാൻ. ക്ലിയർ അല്ലല്ലോ. ക്ലിയർ അല്ല? ക്ലിയർ അല്ല, കുറച്ച് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ സാർ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ സാർ, ക്ലിയർ ആണോ? വോയിസ് ഓക്കെ ആണോ? വീഡിയോ കാണുന്നുണ്ടോ?
എല്ലാം ഓക്കെയാണ്, വീഡിയോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ. ശരി സാർ, താങ്ക് യു. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സാർ ഒന്ന് ഇടപെടണേ. ഓക്കെ സാർ, ഓക്കെ. സോ താങ്ക് യു. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ, ഇറ്റ്സ് മീ സതീഷ് പണിക്കർ. സോ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ അപ്പോളജീസ് അറിയിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും. സോ ഇന്ന് ജൂലൈ 14 മൺഡേ, തിങ്കളാഴ്ച വൈകുന്നേരമാണ്. എല്ലാവരും വീട്ടിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണെന്ന് വിചാരിക്കുന്നു. സോ ഇനിയുള്ള ഒരു 30 മിനിറ്റ്സ് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഈ ഒരു മീറ്റിംഗിൽ തന്നെ വേണം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് വേൾഡ്സ് ചിമ്പൻസി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ജൂലൈ 14 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ നാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയിട്ടാണ് 14 ജൂലൈ എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം. ഓക്കെ, സോ നീഡ് എക്സ്ട്രാ മണി അല്ലെ? ഈ ഒരു ക്വസ്റ്റിന് യാതൊരു പ്രാധാന്യം ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ആർക്കും കാശിന് ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം കാശ് വരുന്തോറും ആവശ്യങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് ഹാസിൽ എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഒരുപക്ഷെ അത് വലിയ വലിയ ചതിക്കുഴികളിലേക്കാൻ ചെന്നപ്പെടും. തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ പല രീതിയിലും ഫണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് നോക്കാം, ഇപ്പൊ കറണ്ട് ഒരു ഏർണിംഗ് മെത്തേഡ്സ് ഇപ്പൊ നിലവിൽ അറ്റ് പ്രസന്റ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഏർണിംഗ്സ് മെത്തേഡ്സ് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം ബാങ്കിങ് സെക്ടേഴ്സിൽ വരുന്ന FD അല്ലെ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലത്തെ സ്കീമുകളാണ്. സോ ഇവിടെ നമുക്ക് സേഫ് ആണെന്ന് പറയാം. പക്ഷേ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. മാക്സിമം പെർ ആനം ഒരു 7% വരെയൊക്കെ കിട്ടും. പക്ഷെ മെച്യൂർഡ് ആവുന്നതിന് മുന്നേ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് വേണം പറയാം. സോ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെ. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടുള്ള ഒരു സംഭവമായിരിക്കും. മ്യൂച്വൽ ഫണ്ടും SIP പോലുള്ള നിരവധി സ്കീംസുകൾ ഉണ്ട്. അതിനകത്തുള്ള പരസ്യത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് അത് മാർക്കറ്റ് ഫ്ലക്ച്വേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എനിക്ക് അറിയുന്ന ഒരു വ്യക്തി 5 വർഷം കഴിഞ്ഞിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് പോലും തികയാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നഷ്ടസാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇയർലി നമുക്കൊരു 9 to 12% വരെ ആനുവൽ റിട്ടേൺസ് കിട്ടുമെങ്കിലും അവിടെയും നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്. മൂന്നാമത്തേത് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ഷെയർ മാർക്കറ്റിൽ പോലും റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഷെയർ മാർക്കറ്റ് റൺ ആവുന്നത് ഒരു കമ്പനിയുടെ ഒരു ഹെൽത്ത്, അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ്, അതും അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ ഷെയർസും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വലിയ രീതിയിൽ ലോസ് സംഭവിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം സത്യം കമ്പ്യൂട്ടേഴ്സ് അല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എല്ലാം എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത്രത്തോളം ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സത്യം കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ആ ഷെയർസിന്റെ വാല്യൂ ഇടിഞ്ഞിടിഞ്ഞ് വലിയ നഷ്ടത്തിലേക്ക് പോയത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. സോ ഷെയർ മാർക്കറ്റ് പോലും നമുക്ക് റിസ്ക് നമുക്ക് ഫാക്ടേഴ്സ് അധികം തന്നെയുള്ള ഒരു സെഗ്മെന്റ് ആണ്. സോ അവിടെയും നമുക്കൊരു ഏർണിംഗ് മെത്തേഡ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയാം. പിന്നീട് നമുക്ക് ഫോറക്സ് ആണ് അല്ലെ, ഫോറിൻ എക്സ്ചേഞ്ച്, കറൻസിയിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ക്രൂഡിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന നിരവധി ആൾക്കാർ ഫോറക്സ് ട്രേഡ് ചെയ്ത് കൈ പൊള്ളിയ, ഒരു തവണയെങ്കിലും പൊള്ളാത്ത ആൾക്കാരുണ്ട്. കാരണം ഹൈലി വോളറ്റാലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അവിടെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു ഏർണിങ്സ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സോ ഫൈനലി നമ്മൾ എല്ലാവരും സേഫ് ആണ് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലാണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് ആണെങ്കിലും അത് ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ നമ്മൾ നോക്കാതിരുന്നാൽ പോലും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിളോ ത്രിബിളോ അല്ലെങ്കിൽ 50 ടൈംസ് ഒക്കെ നമുക്ക് ആവും എന്നുള്ളതാണ്. പക്ഷെ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ കറൻസിയും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് 24 hours ഒരു റിപ്പോർട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നത് സാറിട്ട് കണ്ടിരുന്നു. ഏകദേശം 6606 കോടി രൂപയുടെ ലോസ് ആണ് ഗ്ലോബലി ക്രിപ്റ്റോ ഇൻഡസ്ട്രി ലാസ്റ്റ് 24 hours ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, അതിപ്പോ ട്രേഡേഴ്സ് ആണെന്ന് വിചാരിക്കാം, പക്ഷേ ഒരു ലോങ് ടേമിന് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മളൊരു കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ കോയിൻ നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം 2022 മെയ് മാസത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ടെറ ലൂണ എന്നുള്ള ഒരു കോയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെറ ലൂണ കൊളാപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. $120 അടുത്തുണ്ടായിരുന്ന കോയിൻ ഒരൊറ്റ സുപ്രഭാതം ഒരു 24 hours അതിന്റെ വാല്യൂ 0യിലേക്ക് വന്നു എന്നുള്ളതാണ്. ശരിക്കും വാനിഷ് ആയി പോയി. സോ
ഈ പറഞ്ഞ FD/RD ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും സേഫ് ആയിട്ട് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അതിൽ യാതൊരു സംശയമില്ലാത്ത ഇതൊന്നും അല്ലാതെ വളരെ സേഫായി ചെയ്യാൻ പറ്റുന്ന യൂണിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും വേണ്ട, മാർക്കറ്റ് ഡൗൺ ആവും എന്നുള്ളൊരു പേടി വേണ്ട, നിങ്ങളുടെ അസറ്റ് വാനിഷ് ആയി പോകുന്നുള്ളൊരു പേടി വേണ്ട. നിങ്ങൾക്ക് ഓരോ ട്രേഡിലും മിനിമം ഒരു 30% പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ once again warm welcome to Tether Ocean Virtual Assets. Tether Ocean and Tether Ocean Virtual Assets. Tether Ocean Tether Ocean Virtual Assets രണ്ടും റൺ ആവുന്നത് വുഡ എന്നുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തിന്റെ പുറത്താണ് നമുക്ക് ഈ രണ്ട് ടെക്നോളജികളും റൺ ആവുന്നത്. രണ്ട് കോയിനുകളും അല്ലെങ്കിൽ ഒരു വിർച്വൽ അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരിക്കലും നിങ്ങൾക്ക് ക്രിപ്റ്റോ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് വിർച്വൽ അസറ്റ്സ്. ടെതർ ഓഷ്യൻ വിർച്വൽ അസറ്റ്സ് ടോവ ആൻഡ് ടെതർ ഓഷ്യൻ ഈ രണ്ടും റൺ ആവുന്നത് വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്സ് എന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അൽഗോരിതത്തിന്റെ പുറത്താണ്. ഓക്കെ, സോ ടെതർ ഓഷ്യനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി മാർച്ച് 2024 ആണ്. ഏകദേശം ഒരു 16 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വളരെ പുതിയതല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ഉണ്ട് ഈ ഒരു ടെതർ ഓഷ്യൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിന്. സോ 16 മാസം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതുപോലെ തന്നെ നെവർ ഡിക്രീസ് ദ വാല്യൂ, ദ മിറാക്കിൾ ഓഫ് മാത്തമാറ്റിക്സ്. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദ മിറാക്കിൾ ഓഫ് മാത്തമാറ്റിക്സ് അല്ലെ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണെന്ന് പറയുന്ന പോലെ തന്നെ ടെതർ ഓഷ്യന്റെ ഓരോ സ്പന്ദനവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സിലാണ് റൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ നെവർ ഡിക്രീസ് ദ വാല്യൂ എന്നുള്ളതാണ്. ഒരിക്കലും ഇതിന്റെ വാല്യൂ ടെതർ ഓഷ്യന്റെയോ ടോവയുടെ പ്രൈസ് ഒരിക്കലും കുറയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ ഒരിക്കലും കുറയാത്ത ഒരു അസറ്റിന്റെ ഒരു നെയിം നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ തോന്നുമായിരിക്കും ഗോൾഡ് അല്ലെ, സ്വർണത്തിന് ഒരിക്കലും വില കുറയില്ല. തീർച്ചയായിട്ടും ഒരിക്കലും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് നിങ്ങൾക്ക്. പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഇനിയിപ്പോ നമ്മൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചെന്ന് വിചാരിക്കാം. സ്ഥലത്തിന് ഒരിക്കലും വില കുറയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഫ്ലഡും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വന്നപ്പോൾ ആലപ്പി ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ ഹൈ റേഞ്ചുള്ള ഒരുപാട് സ്ഥലങ്ങൾക്ക് വളരെയധികം വില ഇടിഞ്ഞു എന്ന് വേണം പറയാൻ. സോ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല നെവർ ഡിക്രീസ് ദ വാല്യൂ. ഒരിക്കലും വാല്യൂ കുറയാത്ത ഒരു അസറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ടെതർ ഓഷ്യൻ മാത്രമായിരിക്കും. ഇനി പ്രൈസ് ഇൻക്രീസ് ഓൺ ബൈ ആൻഡ് സെൽ. ഓരോ പ്രാവശ്യം നമ്മൾ വാങ്ങിക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ വിൽക്കുമ്പോഴും ടെതർ ഓഷ്യൻ എന്നുള്ള ഈ ഒരു വിർച്വൽ അസറ്റ്സിന്റെ അല്ലെങ്കിൽ ടോവ എന്നുള്ള ഒരു വിർച്വൽ അസറ്റ്സിന്റെ പ്രൈസ് മുകളിലേക്ക് മാത്രമായിട്ട് പോകുന്നു. കാരണം ഫെബ്രുവരി മാർച്ച് 2024 തുടങ്ങുന്ന സമയത്തുള്ള പ്രൈസിന് ശേഷം ഒരു പോയിന്റ് പോലും താഴത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതത്തിന്റെ പുറത്താണ് ടെതർ ഓഷ്യനും ടോവയും റൺ ആവുന്നത്. സോ പ്രൈസ് നമുക്ക് ഇൻക്രീസ് ആവുന്നത് ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഒരു സർട്ടൻ പെർസെന്റേജ് നമ്മുടെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം. സോ ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ആവുന്നത് കൂട്ടത്തിൽ തന്നെ പ്രീ മൈൻഡ് കോയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈസ് ഡേ ബൈ ഡേ ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ, ഡേ ബൈ ഡേ എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ ഇതിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ക്ലിയർ? സോ നെക്സ്റ്റ് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് BSC സ്കാൻ, ബിനാൻസിന്റെ സ്മാർട്ട് ചെയിനിൽ ചെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. നമുക്കിവിടെ എത്രത്തോളം കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിന്റെ പ്രൈസും കൂടുന്നു. ടോവ ടെതർ ഓഷ്യന്റെ പ്രൈസ് കൂടുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ഏർണിങ്സും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൺലി ഫ്രം കമ്മ്യൂണിറ്റി. നമുക്ക് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ബൈ ചെയ്യുന്നത്, ടെതർ ഓഷ്യനും ടോവയും ബൈ ചെയ്യുന്നത് USDT വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് പുറത്തേക്ക് എടുക്കുന്നതും USDT വെച്ചിട്ട് തന്നെയാണ്. ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ്, ഇതിനകത്തുള്ള കമ്മ്യൂണിറ്റി മാത്രമാണ് ടെതർ ഓഷ്യൻ അല്ലെങ്കിൽ ടോവ എന്നുള്ള വിർച്വൽ അസറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വിർച്വൽ അസറ്റ്സ് നെവർ ലിസ്റ്റ് ഓൺ എക്സ്ചേഞ്ചസ്, നോട്ട് എ ക്രിപ്റ്റോ കറൻസി. നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അടുത്ത കാലത്തല്ലേ
തേക്ക് മാഞ്ചിയം, ആട് മാഞ്ചിയം തേക്ക് എന്നുള്ള പറയുന്ന പോലെയൊക്കെ തന്നെ ഇപ്പൊ ക്രിപ്റ്റോ ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ സ്കാമിങ് നടക്കുന്നത്. പ്രീ മൈൻഡ് ആയിട്ടുള്ള നിരവധി കോയിനുകൾ അവരുടെ കയ്യിലുണ്ടാവും. അത് ലിസ്റ്റ് ചെയ്യാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും. ഒരുപക്ഷെ ലിസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് എൻകാഷ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓൾ ടൈം ഹൈ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻകാഷ് ചെയ്യുന്നതും കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം മെജോറിറ്റി എമൗണ്ടും ക്വാണ്ടിറ്റിയും ഈ പറഞ്ഞ ഫൗണ്ടേഴ്സിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. സോ നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് എപ്പോഴും ലോസ് സംഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ക്രിപ്റ്റോ കറൻസി. ടെതറോഷ്യൻ ടോവ എന്ന് പറയുന്നത് ജസ്റ്റ് വിർച്വൽ അസറ്റ് ആണ്, ക്രിപ്റ്റോ കറൻസി അല്ല. ഇത് ഒരിക്കലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. പാർട്ടിസിപ്പേറ്റ് വിത്ത് USDT. ഞാൻ നേരത്തെ പറഞ്ഞു USDT BP20 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ത്രൂ ആണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുന്നത്. നോ റെക്ഫുൾ ആണ്. നമുക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള മാനിപ്പുലേഷനും ഓരോ റിഗിങ്ങും അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും സംഭവിക്കില്ല. കാരണം ബ്ലോക്ക് ചെയിൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സെർവറിലാണ് ഈ ടെതറോഷ്യൻ എന്നുള്ള കോൺസെപ്റ്റ് റൺ ആവുന്നത്. ഇനി ടെതറോഷ്യന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കുകയാണെങ്കിൽ ടെതറോഷ്യൻ എന്ന് പറയുന്നത് ലൈക്ക് എ ബാങ്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് ടെതറോഷ്യനകത്ത് ഒരു $1000 നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമുക്ക് $20 മുതൽ മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു $1000 വരെ ചെയ്യാം. ഒരു $1000 നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കാം. ടെതറോഷ്യൻ എന്നുള്ള മദർ പ്ലാറ്റ്ഫോം ആണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു $1000 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി കിട്ടുന്നത് 35% വാല്യൂ ഉള്ള അന്നത്തെ വാല്യൂ ഉള്ള ടെതറോഷ്യന്റെ കോയിനാണ് നമുക്ക് കിട്ടുക. ക്ലിയർ? 35%. 1000 എന്ന് പറയുമ്പോൾ $350 ഈക്വലന്റ് ആയിട്ടുള്ള കോയിൻ ആയിരിക്കും നമുക്ക് അന്ന് കിട്ടുക. സോ ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 2 ഇരട്ടി വരെ നമുക്ക് മാക്സിമം എടുക്കാനായിട്ട് പറ്റും. 1000 ഇട്ട വ്യക്തിക്ക് $2000 ആവുന്നത് വരെ നമുക്ക് വിഡ്രോ ചെയ്യാം. അതിന് മുകളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയവും എല്ലാം ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളൊരു $1000 ഇടുന്നു, വെറും 35% മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ എപ്പോഴാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പോലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക? ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 2024 ടെതറോഷ്യൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ടെതറോഷ്യന്റെ പ്രൈസ് $0.01 ആയിരുന്നു. ഓക്കെ, സോ അന്നൊരു വ്യക്തി ഒരു $100 മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് വരത്തേക്ക് അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വാലറ്റിൽ ഇന്നുണ്ടാവുന്ന പ്രൈസ്, ഇന്നത്തെ പ്രൈസ് ടെതറോഷ്യന്റെ അപ്രോക്സിമേറ്റ് ആയിട്ട് 2.2 അങ്ങനെ സംതിങ് ഒക്കെയാണ് വരുന്നത്. സോ അതായത് ഏകദേശം 20,000% കൂടുതൽ, 22,000% എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിന്റെ വാലറ്റിൽ വെറും $100 മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് 16 മാസം വെയിറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ വാലറ്റിനകത്ത് ടെതറോഷ്യന്റെ വാല്യൂ $22,000 ആയിരിക്കും. നിങ്ങൾക്ക് ആ $22,000 10% സർവീസ് ചാർജ് കഴിഞ്ഞിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് വിത്തിൻ എ സെക്കൻഡ്സിൽ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ടെതറോഷ്യൻ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു FD ഇടുന്നു, FD ഒരു മെച്യൂർഡ് ആയതിനു ശേഷം നമ്മൾ ബാങ്കിൽ ചെല്ലുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ടെതറോഷ്യന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ടോവ എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോം, ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് റീസെന്റ് ലോഞ്ച് ചെയ്ത 2025 മാർച്ചിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള 2 പ്രൊജക്ടുകളാണ് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഈ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് റൺ ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷെയർ മാർക്കറ്റ് എങ്ങനെയാണോ റൺ ആവുന്നത് അതുപോലെയാണ് നമുക്ക് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് റൺ ആവുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ലുലുവിന്റെ ഷെയർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ ലുലുവിന്റെ ഷെയർസ് നമ്മൾ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിലും അവരുടെ ഓഫീസുകളിലും പല ബാങ്ക് ത്രൂ ആയിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ വൺസ് അത് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് ലുലുവിന്റെ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇനി വാങ്ങിച്ച വ്യക്തികൾക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ ഷെയർസിന്റെ വാല്യൂ കുറച്ച് കൂടി, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും വാല്യൂ കൂടി. അത് ചെന്നിട്ട് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിലോ അദ്ദേഹം വാങ്ങിച്ച ബാങ്കിലോ ചെന്ന് സെല്ല് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അദ്ദേഹത്തിന് മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യാനായിട്ട് ഇടണം. അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് സെല്ല് ചെയ്യാൻ ഇടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ആ പ്രൈസിന് ബൈ ചെയ്യാനായിട്ട് പുതിയൊരു ബയർ അവിടെ വരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോവയിൽ നടക്കുന്ന പ്രോസസ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഇതിനകത്തുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ വാങ്ങലും വിൽക്കലുമാണ്
ടോവയിലും ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിലും നടന്നുകൊണ്ടിരിക്കുന്ന സെയിം ലൈക്ക് ഷെയർ മാർക്കറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്ര, നമുക്കൊരു 30% ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 30% പ്രോഫിറ്റ് നമ്മുടെ ഒരു ഫണ്ട് പോലും നഷ്ടമാവാതെ നമ്മൾക്ക് ഏത് സമയത്തും നമുക്ക് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് പ്രൈസിൽ സെല്ലിടാം. പുതിയൊരു ബയർ വന്ന് നമ്മളുടെ സെയിം പ്രൈസിന് തന്നെ നമ്മുടെ പ്രോഫിറ്റ് അടക്കം അവർ വാങ്ങിക്കുന്നു. സോ നമ്മളുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. ഈ ഒരു പ്രോസസ്സാണ് എൻറ്റയർ ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടോവ എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ഓർ ICO എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ കോയിൻ ഓഫർ ആണ്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സ്ചേഞ്ച്, ഒരു മാർക്കറ്റ് പ്ലേസ് എക്സ്ചേഞ്ച് ആണ്. കമ്മ്യൂണിറ്റി ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഒരു പ്രൈസ് അപ്രീസിയേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ടെതറോഷൻ, ഞാൻ പറഞ്ഞു ടെതറോഷൻ എന്നുള്ള ആ ഒരു കറൻസിയുടെ പ്രൈസ്, ടെതറോഷന്റെ പ്രൈസ് എത്രയാണോ ആ ടെതറോഷന്റെ പ്രൈസിന്റെ 5 ഇരട്ടി പ്രൈസ് ആയിരിക്കും ടോവ എന്നുള്ള പുതിയ കറൻസിയുടെ പ്രൈസ്. ടോവയുടെ പ്രൈസ് 5 ഇരട്ടി ആയിരിക്കും. അതായത് $0.10 ആണ് ടെതറോഷന്റെ പ്രൈസ് എന്ന് വിചാരിക്കുക. അതായത് 10 സെന്റ് ആണ് ടെതറോഷന്റെ പ്രൈസ് എങ്കിൽ ടോവയുടെ പ്രൈസ് 50 സെന്റ് ആയിരിക്കും. ടെതറോഷന്റെ പ്രൈസ് $1 ആണെന്നുണ്ടെങ്കിൽ ടോവയുടെ പ്രൈസ് $5 ആയിരിക്കും. ടെതറോഷനിൽ ഒരു 10 പൈസയുടെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ നടന്നു, വെറും ഒരു 10 പൈസയുടെ ഒരു മാറ്റം, ഒരു ഇൻക്രീസ് ടെതറോഷനിൽ നടന്നു കഴിഞ്ഞാൽ ടോവയ്ക്കകത്ത് 50 പൈസയുടെ വേരിയേഷൻ, ഇൻക്രീസ് ആ പ്രൈസിൽ നടന്നിട്ടുണ്ടാവും. സോ ഇവിടെയാണ് നമുക്ക് ടോവയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ആസ് ഏർലി നമുക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ക്ലിയർ? സോ ഇവിടെ നമുക്ക് ടോവയ്ക്കകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് അലോക്കേഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മളൊരു $1000 നമുക്കൊരു 40-60 റേഷ്യോയിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടെതറോഷൻ എന്നുള്ളത് നമ്മളൊരു രജിസ്ട്രേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഒരു $1000 നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഒരു $1000 നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അലോക്കേഷൻ ആണ് വരിക. 40-60 എന്നുള്ള റേഷ്യോയിലാണ് വരിക. സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് $400 മാർക്കറ്റ് പ്ലേസിലേക്ക് $600 ഓട്ടോമാറ്റിക് ആയിട്ട് അലോക്കേറ്റ് ആവുന്നു. ഈ സ്മാർട്ട് കോൺട്രാക്ട് ICO എന്ന് പറയുന്നത് 14 ദിവസത്തെ ലോക്കിൻ പീരീഡ് ആണ് അവിടെ ഉണ്ടാവുക. മാർക്കറ്റ് പ്ലേസിനകത്ത് ലോക്കിൻ പീരീഡ് ഉണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടിലും നമ്മുടെ ഒരു പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1.3x ആണ്. ഓക്കെ, അതായത് ഈ ഒരു $1000 നമ്മൾ ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് 400 പോകുന്നു. ഈ 400ന്റെ കൂടെ ഒരു 30% പ്രോഫിറ്റും 600ന്റെ കൂടെ ഒരു 30% പ്രോഫിറ്റും എന്നാവുന്നു. അന്നാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് കഴിയുക. സ്മാർട്ട് കോൺട്രാക്റ്റിൽ മാത്രം 14 ദിവസത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. നമുക്ക് പല സമയങ്ങൾ, തുടക്ക സമയങ്ങളിൽ 3 ദിവസവും 4 ദിവസവും 5 ദിവസം കൊണ്ടൊക്കെ ആയ സമയങ്ങളുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ്. അത് നമ്മൾ മാർക്കറ്റിലെ പുഷിങ് എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഗ്രോത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 10 ദിവസം, 15 ദിവസം, 4 ദിവസം, 2 ദിവസം, ദാറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, സോ മാർക്കറ്റിലെ ഫ്ലോ അനുസരിച്ചിട്ട് ആസ് ഏർലി നമുക്ക് അതിന് 30% പ്രോഫിറ്റ് വിത്ത് പ്രിൻസിപ്പൽ എമൗണ്ടോട് കൂടിയിട്ട്, പ്രോഫിറ്റ് മാത്രമല്ല വിത്ത് പ്രിൻസിപ്പൽ എമൗണ്ടോട് കൂടിയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 5000 ഒക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 ടോവിലേക്കും 3000 മാർക്കറ്റ് പ്ലേസിലേക്കും പോകുന്നു എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനും റീഡ് ചെയ്യാനും കഴിയും എന്നുള്ളത് തന്നെയാണ്. സോ റിയൽ ടൈം ബൈ ആൻഡ് സെൽ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഇൻസ്റ്റന്റ്ലി ജനറേറ്റ് ചെയ്യുന്ന ഒരു റിയൽ ടൈം ബൈ. നമുക്ക് ഇതിനൊരു പ്രൈസ് എന്ന് പറയുന്നത്, ഒരു പ്രൈസിന് ഒരു വ്യക്തികൾക്ക് മാത്രമേ ലോകത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു ടെതറോഷൻ ടോവയ്ക്കകത്തുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഒരു വ്യക്തി ഒരു പ്രൈസിന് നിങ്ങളൊരു $2.22 നിങ്ങൾ വാങ്ങിക്കുന്നു, 0.4 ഉണ്ടാവാം. പക്ഷെ അതിന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രൈസ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കൂടുന്നു. നെക്സ്റ്റ് വരുന്ന വ്യക്തിക്ക് പുതിയൊരു റേറ്റിലെ വാങ്ങിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്സ് ആണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം നമ്മളെല്ലാവരും മോസ്റ്റ്ലി ഒരു 95% അഫിലിയേറ്റേഴ്സ് ആണ്. ഒരു 5% മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ 95% മെമ്പേഴ്സും ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത വർക്കിന്, അവർ ചെയ്ത എഫേർട്ടിനുള്ള ബെനിഫിറ്റ് എപ്പോൾ കിട്ടും എന്നുള്ളതാണ്. അത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിനകത്തേക്ക് തന്നെ വരും. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ജസ്റ്റ് ഒരു 1 ക്ലിക്കിൽ വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങളുടെ വാലറ്റിലേക്ക്, ടോക്കൺ പോക്കറ്റിലേക്ക് USDT ആയിട്ട് വിതൗട്ട് എനി ഡിഡക്ഷൻ, അത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. $1 പോലും ഡിഡക്ഷൻ ഇല്ലാതെ 100% നിങ്ങളുടെ എഫേർട്ടിന്റെ എമൗണ്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ വാലറ്റിനകത്തേക്ക് വിത്തിൻ എ സെക്കൻഡിൽ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്ട്, ഞാൻ പറഞ്ഞു ICO എന്ന് പറഞ്ഞു. ICOയിൽ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് ലിമിറ്റ് വരുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു $100 ആണ് ചെയ്തതെങ്കിൽ $130 എപ്പോഴാണോ നമുക്ക് ആവുന്നത്, അതായത് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഒരു 1.3x, അതാണ് നമ്മളൊരു ലിമിറ്റ് വരുന്നത് പ്രോഫിറ്റിന്റെ. $130 ആവുന്ന സമയത്ത്
നിങ്ങൾക്ക് സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് $100 ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ടോവയിലെങ്കിൽ നിങ്ങൾക്ക് $300 വരെ ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇൻക്ലൂഡിങ് നിങ്ങളുടെ കമ്മീഷൻ എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഒരു $300 വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ $300 ശേഷം എപ്പോഴുമുള്ള ഒരു കമ്പനിയിൽ നമ്മൾ നിരവധി കമ്പനികൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഒരു സർട്ടൻ പാക്കേജ് നമ്മൾ എടുക്കുന്നു, അതിന്റെ ക്യാപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം ഫ്ലഷ് ഔട്ട് ആയി പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കമ്പനി ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര തന്നെ നമുക്ക് ബൗൺസ് ആയി പോകുന്ന എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും റിമൈനിങ് ബാലൻസിൽ അവിടെ ഉണ്ടാവും. നമ്മൾ അക്കോർഡിംഗ്ലി എത്രയാണോ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യേണ്ടത് ആ ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൈനിങ് ബാലൻസിൽ കിടക്കുന്ന USDT നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഹാർഡ് ആൻഡ് ചെയ്തിട്ടുള്ള ഒരു കറൻസി പോലും, ഒരു രൂപ പോലും കമ്പനി തട്ടിയെടുക്കില്ല എന്ന് സാരം. ഇനി മാർക്കറ്റ് പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഇതേപോലെ തന്നെ 1.3x ആണ് ലിമിറ്റ്. $100 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $130 ആവുന്ന സമയത്ത് സെല്ല് ചെയ്തിട്ട് വരാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജുകളും ഇല്ല. പക്ഷെ നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 4% ഒരു സർവീസ് ചാർജ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഇൻകം ലിമിറ്റ് ഒരു 300% ആണ്, അതായത് $300 വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു സെൽ ഓർഡർ ഇടുന്ന സമയത്ത് ഇവിടെ നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്ത എമൗണ്ട് അതിന്റെ ഒരു 50% എമൗണ്ട് നമുക്ക് റീബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു റീബൈ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, എപ്പോഴും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പനി നിലനിന്ന് പോകുന്നത് അവിടെ റീപർച്ചേസ് എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഇനീഷ്യലി ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, റീപർച്ചേസ് ഇല്ലെങ്കിൽ ആ സിസ്റ്റം അവിടെ നിന്ന് പോകും. ഇവിടെ നമുക്കൊരു റീബൈ എന്നുള്ളൊരു സിസ്റ്റം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന 2-3 ഗുണങ്ങളാണ്. റീബൈ ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ടിനും കൂടെ നമുക്ക് 30% പ്രോഫിറ്റ് കിട്ടുന്നു. ഈ ഒരു എമൗണ്ട് മാർക്കറ്റ് പ്ലേസിൽ ഒരു വ്യക്തി സെല് ചെയ്യാൻ വെച്ചിട്ടുള്ള ബൈ ഓർഡർ നമ്മൾ എടുത്തു പോകുന്നു. സോ അത് ത്രൂ ആയിട്ട് മാർക്കറ്റ് പ്ലേസ് നല്ലപോലെ ചലിക്കുന്നു. എഗൈൻ ആ വ്യക്തി പുറത്തു പോകുമ്പോൾ ആ വ്യക്തിയുടെ 50% ഇതേപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് പ്ലേസിലേക്ക് വീണ്ടും വരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ ഒരു ചലനം നമുക്ക് ഓരോ റീബൈ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഇതൊന്നും അല്ലാതെ നമുക്ക് ഒരു മന്ത്ലി ഇൻകം പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് വളരെ പാസീവ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ നിങ്ങൾ ആക്റ്റീവായി നിന്നാൽ പോലും മന്ത്ലി നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കുന്നതാണ് ട്രേഡർ പൂൾ ഇൻകം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി എത്രത്തോളം സ്പീഡായി ചെയ്യുന്നു അവർക്കുള്ളതാണ്. സോ ഇതൊരു കാൽക്കുലേഷൻ ഒരു മാസമാണ് കേട്ടോ വരുന്നത്. ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഒരു മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ സ്മാർട്ട് കോൺട്രാക്ടിനകത്തേക്ക് നമ്മൾ ഒരു $1000 ആണ് ചെയ്യുന്നത്. നോർമലി ഒരു 400-600 അലോക്കേഷൻ ആണ് പോവുക. ഇങ്ങനെ അലോക്കേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഒരു പോയിന്റ്. ഇനിയിപ്പം നിങ്ങൾ പല തവണയായിട്ടാണ് ചെയ്ത്, 2 തവണ ചെയ്തു, ഒരു 500 ചെയ്തു ആദ്യം, അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എഗെയിൻ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ വല്ലതും ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ 400-600 എന്നുള്ളൊരു റേഷ്യോ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നമുക്കൊരു 4% സെല്ല് സർവീസ് ചാർജ് വരുന്നുണ്ട്. എല്ലാവർക്കും സെല്ല് ചെയ്യുന്ന സമയത്ത് 4% സർവീസ് ചാർജ് വരുന്നുണ്ട്. ആ സർവീസ് ചാർജിന്റെ 20% ഈ മാർക്കറ്റ് പ്ലേസിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് വരുന്ന എത്ര പോയിന്റ് ആൾക്കാർ കിട്ടിയിട്ടുണ്ടോ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ടേൺ ഓവർ നമുക്ക് സെല്ലിന്റെ വന്നിരിക്കുന്നത് ഒരു 100 മില്യൺ ആണെന്ന് വിചാരിക്കുക. ടോവ ബൈ ആൻഡ് സെല്ലിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത്. സോ അതിന്റെ 4% എന്ന് പറയുന്നത് ഒരു $4 മില്യൺ ആണ്. സോ ഈ ഒരു $4 മില്യൺ യുടെ 20% ആണ് എത്ര പോയിന്റ് ആണോ ആൾക്കാർ കിട്ടിയിരിക്കുന്നത് അത്രയും ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സോ ഇതിനു വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് യാതൊരു വിധത്തിലുള്ള എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ടെതറോഷ്യൻ, ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ടീം ബിൽഡ് ചെയ്യുക. അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് 400-600 റേഷ്യോ ആവുന്ന സമയത്ത് ഒരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. എവറി മന്ത് നിങ്ങൾക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും, USDT ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും. ഓക്കെ, സോ ഇനി നമുക്ക് വർക്കിംഗ് പ്ലാനിലേക്ക് ഒന്ന് കടന്നു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഇൻകം ഇവിടെ ജനറേറ്റ് ആവുന്നത്, എത്രത്തോളം നമുക്ക് ഇൻകം കിട്ടുമെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആദ്യം വരുന്നത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ടെതറോഷ്യനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ടെതറോഷ്യൻ. സോ ടെതറോഷ്യൻ നമ്മൾ നോർമലി ഇപ്പം $20 രജിസ്ട്രേഷൻ പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിലും ഇതൊരു ബാങ്കിങ് സിസ്റ്റമാണ്. സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 30-70 റേഷ്യോയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവും. ഒരു $1000 കിട്ടുമ്പോൾ ഒരു $300 നിങ്ങൾക്ക് ടെതറോഷ്യനിൽ ചെയ്യാം. ഒരു $700 ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടെതറോഷ്യനിൽ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് 10% കിട്ടുന്നത്. അതായത് ഒരു വ്യക്തി ഒരു $100 ചെയ്തെന്ന് വിചാരിക്കുക. സോറി, ഓക്കെ,
സോ ടെതറോഷനിൽ ഒരു വ്യക്തി നിങ്ങളുടെ ഡയറക്റ്റ് അഫിലിയേഷനിൽ ഒരു $100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അതിന്റെ 10% $10 ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നു. അത് നിങ്ങൾക്ക് ഏത് നിമിഷവും വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ലെവലാണ് ആ $100 വരുന്നെങ്കിൽ അതിന്റെ 3% $3 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ അങ്ങനെ തന്നെ 3 മുതൽ 5 ലെവൽ വരത്തേക്ക് 2%, 6 മുതൽ 8 വരെയിലേക്ക് 1%, 9 മുതൽ 10 വരെയുള്ള ലെവലിൽ 0.5% നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് USDT ആയിട്ട് കിട്ടുക. സോ ഈ ആദ്യത്തെ ലെവൽ കിട്ടാനായിട്ട് യാതൊരു വിധത്തിലുള്ള ക്രൈറ്റീരിയാസും ഇല്ല. പക്ഷെ ഈ 10 ലെവൽ മുഴുവനായിട്ട് കിട്ടാനായിട്ട് കമ്പനി പറയുന്ന ഏക ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് സ്റ്റേക്കിംഗ് എമൗണ്ട് ഒരു $100 5 പേര് ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടാവണം. ടോട്ടൽ ഒരു $500 ഡയറക്റ്റ് വോള്യം, ഡയറക്റ്റ് ബിസിനസ് ഒരു $100 വെച്ച് ഒരു 5 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10 ലെവലുകളും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അക്കോർഡിംഗ്ലി നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ഒരു സ്റ്റേക്കിംഗ് എമൗണ്ട് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം മതി. $1 പോലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അത് റിമൈനിങ്ങിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ക്ലിയർ? സോ ഇനി ഞാൻ പറയുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ടോവ സ്മാർട്ട് കോൺട്രാക്ട് ICOയിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു $1000 ഇടുന്ന സമയത്ത് 400-600 എന്നുള്ള റേഷ്യോയിലാണ് പോവുക, 40-60 റേഷ്യോയിലാണ് പോവുക. ഇവിടെ നമുക്ക് വരുന്നത് $400 ആണെന്ന് വിചാരിക്കും. ഒരു 1000 ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് $400 വന്നെന്ന് വിചാരിക്കാം. $600 മാർക്കറ്റ് പ്ലേസിൽ പോയി. ഈ $400 20% ആണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുക. അതായത് $80, $400 20% എന്ന് പറയുമ്പോൾ $80 നമുക്ക് ഫസ്റ്റ് ലെവൽ കമ്മീഷനായിട്ട് കിട്ടുന്നു. ഇനി സെക്കൻഡ് ലെവലിൽ നമുക്ക് അതിന്റെ ആ $400 5%, 3 മുതൽ 5 വരെയുള്ള ലെവലുകളിൽ 3%, 6 മുതൽ 8 വരെയുള്ള ലെവലിൽ 2%, 9 മുതൽ 12 ലെവലുകളിൽ 1% വെച്ച് കിട്ടും. ഇവിടെയും നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ടോട്ടലായിട്ട് ചെയ്താൽ മതി കേട്ടോ. ടെതറോഷനിൽ വേറെ, ടോവയിൽ വേറെ, മാർക്കറ്റ് പ്ലേസിൽ വേറെ ചെയ്യാനൊന്നുമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു $100 നിങ്ങളുടെ സെൽഫ് സ്റ്റേക്കിങ്ങും 5 വ്യക്തികളെ $100 വെച്ച് ഡയറക്റ്റ് അഫിലിയേറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെതറോഷനിലാണെങ്കിലും ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിലാണെങ്കിലും മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും എൻറ്റയർ ആയിട്ടുള്ള ഈ ലെവൽ കമ്മീഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ വലിയ രീതിയിൽ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻകം വരാനുള്ള സാധ്യത ഈ ഒരു ലെവൽസിൽ നിന്നാണ്. സോ മാക്സിമം പുതിയ ആൾക്കാർ, കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് $100 ചെയ്യുക. 5 വ്യക്തികളെ 100 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി എന്നുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഞാൻ പറയുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. ടോവ കഴിഞ്ഞു, സ്മാർട്ട് കോൺട്രാക്ട് കഴിഞ്ഞു, ഇനി മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈയിങ്ങിന് യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജും ഈടാക്കുന്നില്ല. സോ ആ സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള $600 നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മീഷൻ കിട്ടുന്നില്ല. ഈ 600 വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ 30% പ്രോഫിറ്റ് എടുത്തിട്ട് പോകുമ്പോൾ അദ്ദേഹം സെല്ല് ചെയ്യും. ഈ $600 നമുക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 4% കൂട്ടുമ്പോൾ $24 ആണ് വരിക. ഓക്കെ, ഈ $24 15% $3.6 ആണ് നമുക്ക് ഫസ്റ്റ് ലെവൽ കമ്മീഷൻ ആയിട്ട് കിട്ടുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വളരെ ചെറിയ ഒരു എമൗണ്ട് ആയി പോയില്ലേ എന്നുള്ളത്. പക്ഷേ മാർക്കറ്റിൽ നിന്ന് ആ ഒരു റീബൈ വീണ്ടും വരുമ്പോൾ, ഒരു റീബൈ വരുന്ന സമയത്ത് നമുക്ക് എഗെയിൻ ആ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ പോകുന്നു. ഇവിടെ നിന്ന് നമുക്ക് എഗെയിൻ നമുക്ക് കമ്മീഷൻ സ്ട്രക്ചർ കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നമുക്ക് 15%, രണ്ടാമത്തെ ലെവൽ 5%, 3 മുതൽ 5 വരെ 3%, 6 മുതൽ 8 വരെ 2%, 9 മുതൽ 12 വരെ 1%, ഇങ്ങനെ 12 ലെവൽ ഇൻകവും കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ക്രൈറ്റീരിയ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ ഞാൻ ടെതറോഷൻ പറഞ്ഞു, ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു. ഈ 3 ലെവൽ കമ്മീഷൻ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി നമ്മൾ പോകുന്ന റാങ്ക് ക്രൈറ്റീരിയ ആണ്. നമുക്ക് ആകെ കൂടിയുള്ള, നമുക്കറിയാം പല കമ്പനികൾ നോക്കുന്ന സമയത്ത് 10ഉം 12ഉം റാങ്കുകളും ഒരു കാലത്തും അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ടാസ്കുകളായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ കമ്പനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ സിൽവർ എന്നുള്ള ആദ്യത്തെ റാങ്ക് നോക്കിക്കോളൂ. വെറും $100, ഞാൻ നേരത്തെ പറഞ്ഞ $100 സെൽഫ് സ്റ്റേക്കിംഗ് ചെയ്തു, 5 പേര് ഡയറക്റ്റ് റെഫർ ചെയ്തു, ഡയറക്റ്റ് വോളിയം നിങ്ങൾ 500 ചെയ്തു. ആ 500 പേര് ത്രൂ, 5 പേര് ത്രൂ ആയിട്ട് നിങ്ങൾക്കൊരു $5000 ജസ്റ്റ് ബിസിനസ്, ടീം ബിസിനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിൽവർ എന്നുള്ള റാങ്കിലേക്ക് അച്ചീവ് ചെയ്യപ്പെടുന്നു. ഈ സിൽവർ റാങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്
ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ഇവിടെ കണ്ടില്ലേ പ്ലസ് ഇൻഫൈനൈറ്റ് ലെവൽ ഇൻകം എന്ന് പറയുന്ന ഈ ലെവൽ ഇൻകം ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് 20% കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സിൽവർ ആയതിനു ശേഷം ഒരു വ്യക്തിയെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 20% കൂടെ ഒരു 4% കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. 24% കിട്ടും. അത് മാത്രമല്ല എല്ലാ ലെവലിലും ഇതിന്റെ കൂടെ 4% ആഡ് ആവും. 5 എന്നുള്ളത് 9 ആവും, 3 എന്നുള്ളത് 7 ആവും. ഇങ്ങനെ അപ് ടു 12th ലെവൽ വരയ്ക്കും നിങ്ങൾക്ക് ആ എലിജിബിലിറ്റി കിട്ടുമെന്ന് സാരം. ഇനി നെക്സ്റ്റ് ഗോൾഡ് റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് റാങ്കിൽ നമുക്ക് ആകെ വേണ്ടത് 2 ഡയറക്റ്റ് സിൽവേഴ്സിനെ ഡിഫറെന്റ് ലൈൻസിലായിട്ട് ക്രിയേറ്റ് ചെയ്യലും നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു $25,000 വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾഡ് റാങ്ക് അച്ചീവ് ആയി. ഇങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 4% പകരം നിങ്ങൾക്ക് 8% എല്ലാ ലെവലുകളിൽ നിന്നും നിങ്ങൾക്ക് 8% അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ റാങ്ക് ആയിട്ടുള്ള എമറാൾഡ് റാങ്ക് ഇതേപോലെ തന്നെ 2 ഡിഫറെന്റ് ലൈൻസിൽ നിന്ന് 2 ഗോൾഡ് റാങ്കുകാർ നമ്മൾ ക്രിയേറ്റ് ചെയ്യലും ടോട്ടൽ ടീം വോളിയം 1 lakh ആയി കഴിഞ്ഞാൽ നിങ്ങൾ എമറാൾഡ് റാങ്കിലേക്ക് എത്തുന്നു. ഈ എമറാൾഡ് റാങ്ക് ആകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ലെവലിൽ നിന്നും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 12% ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഇനി ഫൈനൽ റാങ്ക് ആയിട്ടുള്ള സുപ്രീം റാങ്ക് ആയിട്ടുള്ള ഡയമണ്ട് റാങ്കിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് വേണ്ട 2 ഡിഫറെന്റ് ലൈൻ ആയിട്ടുള്ള എമറാൾഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും $5 ലക്ഷം ബിസിനസ് ടോട്ടൽ ടീമിൽ വരിക എന്നുള്ളതുമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ലെവലിൽ നിന്നും 16% അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 16% എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 20 + 16 36% ഡയറക്റ്റ് അഫിലിയേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടാനായിട്ട് പോവുക. നമ്മൾക്ക് എല്ലാവർക്കും തോന്നാം ഈ ഒരു ഡയമണ്ട് റാങ്ക് ഒക്കെ എത്തുമോ, ആൾക്കാർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും കമ്പനിക്കകത്ത് ഇപ്പോൾ നിലവിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 3 ഡയമണ്ട് റാങ്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. സോ അവരെല്ലാവരും ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവരാരും അമാനുഷികരല്ല, നമ്മളെ പോലെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവർ ഈ ഒരു സിസ്റ്റത്തിന്റെ പവർ മനസ്സിലാക്കി തുടക്കം മുതൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ പൊസിഷനുകളും അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. Okay, so that is end of the session. Tether Ocean Virtual Assets TOVA. So nothing is more expensive than a missed opportunity. നമ്മൾ കേട്ടിട്ടുണ്ടാവും നമുക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തിയതിനായിരിക്കും. നമുക്കറിയാം നിരവധി കഥകൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നിങ്ങൾ ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായിട്ടുള്ള ബൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും. അവര് ആദ്യം ഈ ഒരു ഐഡിയ പങ്കുവെച്ചത് ടെസ്ല ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള എലോൺ മസ്കിനോടായിരുന്നു. പക്ഷേ എലോൺ മസ്ക് അവരെ കളിയാക്കി വിടുകയാണ് ചെയ്തത്. ആ അവസരം മനസ്സിലാക്കാൻ ഈഗോ മൈൻഡഡ് ആയിട്ടുള്ള എലോൺ മസ്കിന് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് BYD വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കാർ കമ്പനിയായി ടെസ്ലയുടെ ഏറ്റവും വലിയൊരു തലവേദനയും കോമ്പറ്റീറ്ററുമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ടെതർ ഓഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഈ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ലോസ് ഉണ്ടാവാത്ത നല്ല രീതിയിൽ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയണോ, പാഴാക്കി കളഞ്ഞ് ദുഃഖിക്കണോ, അല്ലെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കി നിങ്ങൾ വിജയിക്കണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് വന്നു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ വലിയൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ജോയിൻ ചെയ്തിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഏർണിങ്സുമാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും ഓരോ ദിവസവും ഓർത്ത് നിങ്ങൾ ഒരു പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ദുഃഖിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വർക്കുകൾ ഒന്ന് വലിയ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക, വലിയൊരു ഏർണിങ്സിലേക്ക് എത്തുക. സോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ക്ലിയർ ആക്കുക. സോ ജോയിൻ അവർ ടീം നൗ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദ ടൈം. സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദ സക്സസ്. ഒരു ശുഭരാത്രി നേരുന്നു. സൈനിങ് ഓഫ്, സതീഷ് പണിക്കർ. താങ്ക് യു. താങ്ക് യു സതീഷ് ജി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ ഒരു ടെതർ ഓഷ്യന്റെ പ്രൊജക്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. എല്ലാ റാങ്ക് വൈസ് ഉള്ള ഇൻകം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി മനസ്സിലാവാത്ത പുതിയ വ്യക്തികളുണ്ടെങ്കിൽ അവര് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ ബിഗ് ക്ലാപ്പ് ഫോർ യു സതീഷ് ജി. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. സോ നെക്സ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്
ഈ ഒരു ബിസിനസ്സിലൂടെ ഹ്യൂജായിട്ട് സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിനെയാണ്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് സുധീർ. സോ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സുധീർ സാർ, വെൽക്കം. നമസ്കാരം ഷെജു സാർ, കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് സുധീർ എന്നാണ്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. 2025 ജാനുവരി 7-നാണ് ടെതറോഷനി ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. ഏകദേശം ഒരു 7 മാസം മുമ്പ് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ വളരെ അവിചാരിതമായി യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ, ടെതറോഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പം വളരെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ബൈ നടക്കുമ്പോഴും സെൽ നടക്കുമ്പോഴും വില കൂടുന്ന ഒരു കോയിനെ കുറിച്ച്. എന്നാൽ അതൊരു ക്രിപ്റ്റോ കോയിനും അല്ല, ഒരിക്കലും വില കുറയാത്തൊരു കോയിൻ. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരാൾക്ക് പോലും നഷ്ടം ഉണ്ടാവാത്തൊരു പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പം ഇതിനെ തുടർന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ പ്രൊമോട്ടറായ നൂറ മാഡത്തെയാണ് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു ചോദിക്കാൻ. അപ്പം എല്ലാത്തിനും കൃത്യമായ മറുപടി നൂറ മാഡം തന്നു. അതിനുശേഷം ഞാൻ അന്ന് രാത്രിയിൽ തന്നെ ഫിജോ സാറുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അദ്ദേഹം കോട്ടയത്തു നിന്നോ മറ്റോ ഒരു കാർ യാത്രയിലാണ് യാത്ര. അപ്പോൾ അദ്ദേഹം ഈ കാർ യാത്രയിൽ ഉടനീളം എന്നോട് മണിക്കൂറുകളോളം ഇതിൻ്റെ പല കാര്യങ്ങളും, എൻ്റെ സംശയങ്ങളും പലതും അദ്ദേഹം ദൂരീകരിച്ചു തന്നു. എനിക്ക് ഏറ്റവും അറിയേണ്ടത് ഈ വില കുറയാത്ത അത്ഭുതത്തിൻ്റെ രഹസ്യം. അപ്പോൾ അതൊരു രഹസ്യമൊന്നുമല്ല, അതൊരു മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു മാത്തമാറ്റിക്സ് നമ്മൾ മുമ്പ് എങ്ങും കണ്ടിട്ടില്ല. മുമ്പ് 1-2 പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ കഴിയാത്ത ഒരു, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഡെയിലി ഒരു വരുമാനം തരുന്നു, അത് എങ്ങനെ തരുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഞാൻ ഇതിലൊരു 100 USDT ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടാൽ, നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിച്ചാൽ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരോട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ലേ? അതേപോലെ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എൻ്റെ അടുപ്പമുള്ള 1-2 സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പം അവർക്കും ഇത് കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ അവർ മുമ്പ് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇവരുടെ മുമ്പിലേക്കും എൻ്റെ മുമ്പിലേക്കും വരുന്ന പല പ്രൊജക്റ്റുകളും ഒന്നെങ്കിൽ അമേരിക്കൻ കമ്പനി, അല്ലെങ്കിൽ UK രജിസ്റ്റർ ചെയ്ത കമ്പനി, അല്ലെങ്കിൽ എൽ സാൽവദോർ രജിസ്റ്റർ ചെയ്ത കമ്പനി, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പല കമ്പനികളും വരുന്നത്. ഇതൊരു കേരളം ബേസ് ചെയ്ത ഒരു പ്രൊജക്റ്റ്, കേരളത്തിലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പം അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ബൈയും സെല്ലും നടക്കുമ്പോൾ വില കൂടുന്ന ഒരു കോയിൻ. അപ്പോൾ എന്നെ പോലെ തന്നെ ഞാൻ പറഞ്ഞ ആൾക്കാർക്കും ഇതിൽ അതിശയം ഉണ്ടാവുകയും അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവരും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു സാധ്യതയാണ് ആ സമയത്ത് കാണുന്നത്. അങ്ങനെ പോകെ എൻ്റെ അപ്ലയൻസ് ഇതുപോലെ നമ്മുടെ ടെതറോഷൻ്റെ അടുത്തൊരു ആഡ് ഓൺ പ്രോജക്റ്റ് ടോവ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ കാര്യങ്ങൾ പറയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അന്ന് ടെതറോഷൻ്റെ ഒരു വെർച്ചക്കോയിൻ്റെ വില ഇന്ത്യൻ മണിയിൽ ഒരു 21 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വെർച്ചക്കോയിൻ്റെ വില എന്താകും? അപ്പോൾ ഈ ഫിജോ സാറ് പറഞ്ഞിരുന്നു, 1 വർഷം കൊണ്ട് 2 USDT നമ്മുടെ വെർച്ചക്കോയിൻ്റെ വില എത്തുന്നു. അതായത് ഇന്ത്യൻ മണിയിൽ ഒരു 180 രൂപയും മുകളിൽ. വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഫിഗറാണ്. എന്നാൽ ടോവ ലോഞ്ച് ചെയ്യും, അതിൻ്റെ ഗ്രോത്ത് ഞാൻ കാണുകയുണ്ടായി. വളരെ പെട്ടെന്നായിരുന്നു ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ടോവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 30% പ്രോഫിറ്റ് കിട്ടുന്നത്. അതും 1 മാസം കൊണ്ടും അല്ലെങ്കിൽ 14 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നത്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ധനകാര്യ ഫീൽഡിലാണ്. ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിന് ബ്രാഞ്ച് മാനേജറായിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മളൊരു FD ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് 30% ആവാൻ ഏകദേശം 5 വർഷത്തോളം എടുക്കും. ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഡബിൾ ആവാൻ 15 വർഷത്തോളം എടുക്കും. ആ സ്ഥാനത്താണ് നമ്മളിവിടെ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ പോട്ടെ, ഇനി 1 വർഷം കൊണ്ട് തന്നെ ഒരാൾക്ക് 30% കിട്ടിയാൽ അത് എന്തുമാത്രം പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഞാനിത് എൻ്റെ താഴെ മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത ടെതറോഷനിൽ വെർച്ചക്കോയിൻ വാങ്ങിയ കസ്റ്റമറോട് പറയുകയുണ്ടായി. അവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പുതിയ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്നാണ് ഞാൻ സിൽവർ റാങ്ക് അച്ചീവർ ആവുന്നത്. സിൽവർ റാങ്ക് അച്ചീവർ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മുമ്പ് ജോലി റിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ജോലി റിസൈൻ ചെയ്തത് മറ്റൊരു യൂറോപ്യൻ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോവുകയും അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു. എനിക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്കറിയാത്ത ഒരു നാട്ടിൽ ഞാൻ പോയി ജോലി ചെയ്യേണ്ടതുണ്ടോ? എനിക്കിവിടെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകുകയും ഞാൻ ഇന്ന് എമറാൾഡ് റാങ്ക് അച്ചീവറാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത് ഏത് മനുഷ്യനോടും ആരോട് വേണമെങ്കിലും പറയാം. കാര്യം ഒരാൾക്കും പൈസ നഷ്ടപ്പെടത്തില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. നമുക്ക് ലാഭം ചിലപ്പോൾ ഇച്ചിരി താമസിച്ചായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ലാഭം ഇച്ചിരി കുറവായിരിക്കും കിട്ടുന്നത്. എങ്കിൽ പോലും പൈസ നഷ്ടപ്പെടില്ല എന്നുള്ളതല്ലേ നമ്മുടെ ഒന്നാമത്തെ കൺസേൺ. ഇവിടെ അങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും പൈസ നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം. ആ പറയുന്നതിന് നമുക്കൊരു പ്രയോജനം ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും ടെതർ ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അത് നമ്മൾ വഴിയായാൽ നമുക്ക് അതിനൊരു പ്രയോജനം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റിയെ വലുതാക്കിയാൽ നിങ്ങളോടൊപ്പം ഈ കമ്മ്യൂണിറ്റിക്കും ഒരേ ഗുണമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വരുന്ന ഓരോ ഓണത്തിന് നമ്മളൊരു തീരുമാനം എടുക്കുക. ഇനി ഓണത്തിന് അധികം ദിവസമല്ല, ഈ ഓണത്തിന് ടെതർ ഓഷൻ ഇൻവെസ്റ്റ് ചെയ്തതിന് പുറമെ ഞാൻ ഈ ടെതർ ഓഷനിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമെന്നൊരു തീരുമാനം എടുത്താൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഇത് ആരെയും നിർബന്ധിച്ച് ഇതിൽ ചേർപ്പിക്കേണ്ട കാര്യമില്ല. ഈ പ്രൊജക്റ്റ് വിശദമായിട്ട് ഒരു പറഞ്ഞു കൊടുത്താൽ ആരായാലും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഷൈജു സാർ, ഷൈജു സാർ ലൈനില്ലേ? ഓ ഓ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു സുജയ് ഭായ്. നമ്മൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേട്ടു, എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നത്, അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇതിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡയമണ്ട് ലെവലാണ്. പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ സതീഷ് ജി അത് വ്യക്തമായിട്ട് പറഞ്ഞു. എമറൽഡ് അതുപോലെ തന്നെ ഡയമണ്ട് ഈസ് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. സോ ഇന്ന് നമുക്ക് ഈ ഒരു സൂം മീറ്റിംഗിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ ഡയമണ്ട് ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് ലീഡറെയാണ് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ക്രിപ്റ്റോ ബിസിനസ്സിലും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ വളരെയധികം മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. പെരുമ്പാവൂർ സ്വദേശിയാണ് അദ്ദേഹം. സോ ഐ വെൽക്കം മജീദ് സാർ ഓൺ ദിസ് സൂം പ്ലാറ്റ്ഫോം. Thank you for your wonderful introduction. First of all, I thanks Mr. Satish Panikkar to giving this opportunity very well. വളരെ മനോഹരമായ പ്രസന്റേഷൻ ആയിരുന്നു. വളരെ സിമ്പിളായി ടെതർ ഓഷൻ പ്രൊജക്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സതീഷ് പണിക്കർ സാറിന് സാധിച്ചു. അതിലുപരി എമറാൾഡ് ക്വാളിഫൈ ചെയ്ത സുധീർ സാർ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ്. സത്യത്തിൽ ടെതർ ഓഷന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, മാസങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ ഇതുപോലെ മാർക്കറ്റിൽ പണം ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനി കൂടിക്കൊണ്ടേയിരിക്കും. അച്ചീവേഴ്സ് വളരെയധികം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ടെതർ ഓഷൻ മാറുന്നു. റീസൺ ഒന്ന് മാത്രം, ഗുഡ ടെക്നോളജി, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ടെക്നോളജി, അതിനുപയോഗിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ലോജിക് എന്നെ സ്ട്രൈക്ക് ചെയ്തും ആ ഒരു പോയിന്റ് മാത്രമായിരുന്നു. ഓവർ ഫോണിലൂടെയാണ് ഈ ആശയം ഞാൻ 2024 ഏപ്രിൽ 2 രാവിലെ ഒരു 10:15 സമയത്ത് കേൾക്കുന്നത്. പക്ഷെ ആ ഒരു സംസാരം ഒരു 10:45 കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ച സുഹൃത്തിനോട് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇന്ന് എപ്പോൾ എവിടെയുണ്ടെന്നാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വൈകിട്ട് ഒരു 3:30 സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നു. ഏകദേശം 7:36 എൻ്റെ സൈനപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മെയ് 7 വരെയുള്ള സമയങ്ങളിൽ ഈ സിസ്റ്റം എന്താണെന്ന് പഠിക്കാനും ഇതിന്റെ സാധ്യത മനസ്സിലാക്കാനും
ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ നടത്തിയാൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാമെന്ന ചിന്ത ഉണ്ടാക്കിയെടുത്തു. ആ ചിന്തയിൽ നിന്ന് കൃത്യമായ രൂപം തയ്യാറാക്കി ആ രൂപം മെയ് 7-ാം തീയതി മുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് പോയപ്പോൾ ഇന്ന് ഡയമണ്ട്ഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ എന്റെ ലക്ഷ്യം ടീമിൽ എങ്ങനെ 10 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തിനാണ് 10 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഡെയിലി 10,000 USDT ഇൻകം ആയിട്ട് വിഡ്രോ ചെയ്യുന്ന ലെവലിലേക്ക് ഉയരണം. വേറെ ഒറ്റ ചിന്തയൊന്നുമില്ല. ഇതിനെല്ലാം വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ട്രാൻസാക്ഷന്റെ എണ്ണം കൂടും. ആ ട്രാൻസാക്ഷന്റെ ഭാഗമായി ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും കോയിന്റെ പ്രൈസ് കൂടും. കോയിന്റെ പ്രൈസ് കൂടുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും 30% പ്രോഫിറ്റിലെത്തും. അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് ക്ലെയിം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ പ്രോസസ്സ് എല്ലാം ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നടക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ടീമിൽ 10 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് ശ്രമിക്കുന്ന കാര്യമല്ല, ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കുന്ന കാര്യമാണ്. ലോകത്ത് ഇതുവരെയും പൈസ ഉണ്ടാക്കിയ ആൾക്കാരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഒരു ടീം വർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരുടേതായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, അവർ ഇൻവോൾവ് ആയ മേഖലയിൽ നിന്നുകൊണ്ട്, അത് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകാം, IT ഫീൽഡ് ആകാം, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള സെഗ്മെന്റ് ആകാം, ഏത് സെഗ്മെന്റിലും ആകാം. പക്ഷെ കൃത്യമായ ഒരു ടീം വർക്കിലൂടെ മാത്രമേ ലോകത്ത് ആളുകൾ പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ ഒരേ ഒരു മാർഗമേ ലോകത്തുള്ളൂ, അത് കൃത്യമായ ഒരു ടീം വർക്കാണ്. പക്ഷെ ടീം വർക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ലോങ് ടൈം റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. തീർച്ചയായും ചെതറോഷനിൽ അത്തരം ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണാം. അത് കാണുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാനും പഠിക്കാനും അത് ഏറ്റെടുക്കാനും തയ്യാറാണെങ്കിൽ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഓപ്പർച്യൂണിറ്റി ചെതറോഷനുണ്ട്. സോ എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മജീദ് സർ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൂടെയുള്ള വിഷൻ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം 10,000 USDT ഒരു ദിവസം വിഡ്രോ ചെയ്യുന്ന ലെവലിലേക്ക് ബിസിനസിനെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷനായിട്ട് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്തത്. സോ താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഈ ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 months ബാക്ക് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ വലിയൊരു ടീമിനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രിപ്റ്റോ മേഖലയിലും മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ തൃശ്ശൂർ എങ്ങണ്ടൂരിൽ നിന്നുള്ള നമ്മുടെ പ്രേം സാറിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഹലോ. താങ്ക് യു ഷൈജ് സാർ, താങ്ക് യു. കേൾക്കുന്നുണ്ട് സാർ? കേൾക്കാം. ഓക്കെ, എന്തായാലും വളരെ ഹാപ്പിയിലാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങിലൂടെ പോകുന്ന ഒരു സിസ്റ്റത്തെ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അത് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലുണ്ട്. അതിനെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സൂം വളരെ ഗംഭീര സൂമായിട്ടാണ് ഇന്ന് ഈ സൂമിലെത്തിയ എല്ലാ ലീഡേഴ്സും, ഷാജു സാർ അതുപോലെ തന്നെ സതീഷ് സാറ്, അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് ഈ ടെതറോഷൻ എന്താണ്, ടോവ് എന്താണ്, എവിടെ നിന്ന് തുടങ്ങണം, എവിടേക്ക് അവസാനിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ അദ്ദേഹം പ്രസന്റ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ സുധീർ സാർ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഒരു അച്ചീവ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് സുധീർ സാർ. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും വളരെ ഗംഭീരമായിട്ട് വന്നു. പിന്നെ മജീദ് സാറിനെ പറയണ്ട, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലീഡറാണ് മജീദ് സാറ്. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വരാൻ പോകുന്ന ഒരു മിറാക്കിൾ ടെതറോഷനിൽ എന്താണ് അതിന്റെ സൂചനകൾ തന്നിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്തായാലും നമ്മളെ കാത്തിരിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി വലിയ ഇതുവരെ ഇല്ലാത്ത ഒരു സിസ്റ്റം നമ്മളെ മുന്നിലേക്ക് വെച്ച് തന്ന നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയണം. കാരണം ഇതുവരെ വേൾഡിൽ അറിയാത്ത അല്ലെങ്കിൽ കാണാത്ത ചെയ്യാത്ത പുതിയൊരു സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരികയും അത് ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നു എന്ന് 100% ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന അവരോട് ഒരുപാട് നന്ദി പറയേണ്ട സമയമാണ്. കാരണം മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായ അവരാണ് തന്നെയാണ് ഇന്നത്തെ രാജാക്കന്മാരെന്ന് നമുക്ക് പറയാം. ആ ഒരു തേരോട്ടത്തിൽ ഞാനും അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സും
അവരുടേതായിട്ടുള്ള മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു കൈകോർത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളും കമ്പനിയും ഇതിൻ്റെ ടോപ്പ് നിൽക്കുന്ന ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഇനി അത് ഫൈറ്റ് ചെയ്യുക, ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക, നമ്മുടെ ലൈഫ് അതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടേണ്ടത്. അതിനായി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ഫിസിക്കൽ പ്രോഗ്രാമുകൾ, സൂം മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ അസോസിയേറ്റ്സും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എവിടെ നിന്ന് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഇടുന്ന ഓരോ എഫേർട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഇൻകമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫാണെന്ന് തിരിച്ചറിഞ്ഞ എല്ലാ മെമ്പേഴ്സും ഒരുപാട് പേരിലേക്ക് ഈ ബിസിനസ് എത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സൂമിൽ എത്തിച്ചേർന്ന എല്ലാ ലീഡേഴ്സിനും, ഈ സൂമിൽ പങ്കെടുത്ത നാളുകൾക്ക് സ്വപ്നങ്ങൾ കാണുന്ന എല്ലാ മെമ്പേഴ്സിനും ഒരു നല്ല ദിവസവും നല്ല ആശംസകളും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു പ്രാൻ സാർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു. സോ ഇന്നത്തെ സൂം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ പുതുതായി വന്നിട്ടുള്ള വ്യക്തികൾ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നിരവധി സക്സസ് നമ്മളിവിടെ കണ്ടു. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാനായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയായ തീരുമാനമെടുക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലൂടെ വലിയ വിജയങ്ങൾ എല്ലാവർക്കും നേടാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.